അടുത്ത മാസം 20-ാം തീയതി കഴിയുന്നതോടെ അമേരിക്കയിൽ നിന്ന് ജോലിയും വരുമാനവും ഇല്ലാതെ പുറത്താകുന്നത് 1.5 ദശലക്ഷം പേരാണെന്നും അതിൽ 18,000 ഇന്ത്യക്കാരാണെന്നുമുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നൊരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് അടുത്ത മാസം 20-ാം തീയതിയാണ്. അതോടെ 18,000 ഇന്ത്യക്കാരുൾപ്പെടെ 1.5 ദശലക്ഷം പേർ അമേരിക്ക വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അനധികൃത താമസക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ കഴിയുന്നവരുടെ വിശദമായ പട്ടിക അമേരിക്കൻ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റാലുടൻ ഇവർക്കെതിരെയുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കും. കഴിഞ്ഞ മാസം പുറത്താക്കേണ്ടവരുടെ പട്ടികയിൽ 17,940 ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ മെക്സിക്കോയിൽ നിന്നാണ്. നേരത്തെ കുറച്ച് ഇന്ത്യക്കാരെ അമേരിക്ക ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിരുന്നു. അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ ഇനിയും തുടരുമെന്നാണ് അധികൃതർ പറയുന്നത്. ട്രംപിന്റെ കാലത്തുണ്ടാവുക അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറത്താക്കൽ നടപടിയായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അധികാരമേറ്റാലുടൻ US-ൽ ജന്മാവകാശ പൗരത്വം നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കുടിയേറ്റം നിയന്ത്രിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായാണ് ആ പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം നൽകുന്നുണ്ട്. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വിസയിൽ എത്തുന്നവരുടെയും കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതിനെതിരെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഭരണഘടനയിലെ 14-ാം ഭേദഗതിയിൽ നിഷ്കർഷിക്കുന്ന ജന്മാവകാശ പൗരത്വം അത് നിർത്തലാക്കണമെങ്കിൽ നിയമത്തിന്റെ നിരവധി കടമ്പകൾ ട്രംപ് കടക്കേണ്ടതുണ്ട്. അതിനിടെ US പൗരാവകാശ നിയമം അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യൻ വംശജ ഹർമീത് ദില്ലിനെ ട്രംപ് നോമിനേറ്റ് ചെയ്തു. ചണ്ഡീഗഡിൽ ജനിച്ച ഹർമീത് കുട്ടിയായിരിക്കെ കുടുംബത്തോടൊപ്പം US-ലേക്ക് കുടിയേറുകയായിരുന്നു. കാലിഫോർണിയയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി മുൻ ഉപാധ്യക്ഷയാണ് അഭിഭാഷകയായ ഹർമീത്.